അസ്സലാമു അലൈക്കും. നമ്മൾ ചട്ടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചട്ടി ഞാൻ തക്കാളിയും മിക്സിയിട്ട് അടിച്ചത് കേട്ടോ. ഒരു തക്കാളി ഉണ്ട്, 2 പച്ചമുളകുണ്ട്, അത് നുറുക്കിയിട്ടില്ല. 2 പച്ചമുളക് വെറൈറ്റി ചട്ടിങ്ങ. 2 തക്കാളി നുറുക്കിയിട്ട് ഇനി ഒരു 3 ഇല്ലി വെളുത്തുള്ളി, ഇത് 2 ഇല്ലി, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഓക്കെ, വെളുത്തുള്ളി ഇടാം കേട്ടോ. എന്നിട്ട് തേങ്ങ അതിക്ക് നമ്മൾ ചെറിയൊരു ബീട്രൂട്ടിൻ്റെ കണ്ടത് കേട്ടോ. ചട്ടിനിട്ട് ചുവപ്പ് കളറായി വരുമോ നോക്കാമല്ലോ നമുക്ക്. ഇനി പെരിഞ്ചീരം ഇടും, ഒരു നുള്ളി പെരിഞ്ചീരകം. കറിക്കൊക്കെ പെരിഞ്ചീരം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ തേങ്ങ ഇട്ടാണ് ഒരു ബീട്രൂട്ടിന് ചെറിയൊരു കട്ടില്ലാത്ത കഷ്ണം കേട്ടോ, വലിയ കഷ്ണം ഒന്നല്ല കേട്ടോ. ഇത് നൈസായ കഷ്ണം മേലിട്ട് കുറച്ചൊരു വറവ് വയ്ക്കണം. ഇത് നന്നാക്കി അരച്ചെടുക്കാം കേട്ടോ. ഒരു വേറെ കളറ്, റോസും അല്ല ഓറഞ്ചും അല്ലാത്തൊരു സൈസ് കളറ് ചട്ടിനിയാണ് തേങ്ങ അരച്ചത് കേട്ടോ. തേങ്ങ അരച്ചത് ഇത് ബീട്രൂട്ടിൻ്റെ കളറും അതിൽ തക്കാളിയും ബീട്രൂട്ടും തേങ്ങാപ്പാലും പാടെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറായി വരുന്നത്. നമ്മൾ ചട്ടി തയ്യാറാക്കാം. അടുപ്പത്ത് വെച്ച് ഒരു പ്രാവശ്യം വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ ചെറുതായ കടുക്. വെളിച്ചം ചൂടായില്ല, അതുകൊണ്ട് കടുക് ചട്ടി വയ്ക്കാം കേട്ടോ. നല്ല കളർ ഒന്ന് നല്ല തുള്ളിയാൽ മതി. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടട്ടെ. പുതിയ വെറൈറ്റി ചട്ടിനിക്കറി നല്ല സ്മെല്ല് കേട്ടത്. ദോശയും ചട്ടിനിക്ക് ഇട്ടിട്ട് കഴിച്ചാൽ മതി. ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. തോനെ തിളക്കുന്നു കേട്ടോ, മെല്ലെ ഒന്നിങ്ങനെ തിളച്ചാൽ മതി. തേങ്ങ ഇട്ടതല്ലേ, അത് തുള്ളി കഴിഞ്ഞാൽ ഇറക്കി വെക്കാം. നമ്മളിത് ഇറക്കി വെക്കട്ടെ. ബീട്രൂട്ടിൻ്റെ ചട്ടിനി ചായ വെക്കാം.